മച്ച് വെയിറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഫംഗ്ഷൻ വൈകാതെ തന്നെ ഇവിടെ നടക്കുന്നതായിരിക്കും. അതിൽ തന്നെ ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളേവരും ഈ ഒരു ഗംഭീരമായ ഇന്നോഗ്രേഷൻ ഫംഗ്ഷൻ. ഹലോ, നമസ്കാരം. ആ കാണുന്നതാണ് എൻ്റെ ഫ്ലാറ്റ്. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. പാർവതി എന്നെ വിളിച്ചപ്പോ ഇവരെനിക്കൊന്ന് ഈ ഒരു കട ഉദ്ഘാടനം അല്ലെങ്കിൽ കട വെച്ചു എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തെന്ന് ആലോചിച്ചപ്പോ തൊട്ടടുത്ത് ആരുണ്ട്, വെറുതെ ഇരിക്കുന്ന ആരുണ്ടെന്ന് ആലോചിച്ചപ്പോ എന്നെ വിളിച്ചതാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചത് രണ്ട് ഗുണങ്ങളുണ്ട്. കാരണം നമ്മുടെ സാധാരണ എറണാകുളത്ത് വന്ന കുറെ പേരുണ്ട് അല്ലേ. അപ്പോ ട്രാവൽ അലവൻസ് ഇല്ല, ചെലവില്ല, ഇവിടുന്ന് വരുന്ന പെട്രോൾ കാശ് എല്ലാം പാർവതി ലാഭിച്ചു. അതിൽ തന്നെ പാർവതി ഒരു മികച്ച ബിസിനസ്സുകാരിയാണ്. നമുക്ക് ഇത് വലിയ ഉദാഹരണമാണ്. എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് വെച്ചാ ഈ കടയെത്തി. എന്തായാലും പാർവതിയുടെ ആദ്യ സംരംഭത്തിന് ആദ്യ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ നമ്മള് എല്ലാ മുക്കിലും മൂലയിലും ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞപ്പോൾ ഒരു പുതിയൊരു ഐഡിയ ഉണ്ട്. എന്താണെന്ന് വെച്ചപ്പോ ഒരു ബൊട്ടീക്ക് തുടങ്ങിയാലോ എന്ന് പറയും. കാരണം മുക്കിന് മൂലയില് ഉള്ള ഒരു സാധനമാണ് ഈ ബൊട്ടീക്ക്. അപ്പോ അങ്ങനെ ഒരു സാധനം പാർവതി തുടങ്ങണമെങ്കിൽ വെറുതെ ഒന്നും കണ്ട് പാർവതി ഇങ്ങനെ ഒരു സാധനം തുടങ്ങില്ല എന്നുള്ളൊരു ഇത് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു എന്തായാലും ഇതിന്റെ പുറകെ വലിയ ചിന്തയും ആലോചനയും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തീർച്ചയാണ്. പാർവതിയുടെ ബിസിനസ്സുകാരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെലവഴിക്കുന്ന ഭാഗമായി ഉദ്ഘാടനം വലിയൊരു ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണല്ലേ, പഠിച്ച രണ്ടാൾക്കാരാണ്. അപ്പോ എന്തായാലും ഇവിടെ നിന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. അപ്പൊ മേളിലാണ് നമ്മുടെ റിബൺ കട്ടിങ്ങും എല്ലാം നടക്കുന്നത്. ഇപ്പൊ മഴ ആയതുകൊണ്ടാണ് നമ്മൾ സ്റ്റേജ് എല്ലാം മാറ്റിയത് കേട്ടോ. അതൊന്നുമല്ല, സ്റ്റേജില്ലായിരുന്നു. അപ്പം ഇതാണ് ശരൺ. ശരണാണ് എന്റെ ബിസിനസിന്റെ പാർട്ട്ണർ. ആൾക്ക് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട്. ഭയങ്കര ബിസിനസ് ഒരു ടൈക്കൂൺ ആവാനുള്ള ഒരു ഓട്ടത്തിലാണ് ആള്. അതെ ഞങ്ങൾ നമ്മുടെ വെള്ളയമ്പലം ശാസ്ത്രമംഗലം വെള്ളയമ്പലം റോഡിലെ മാക്മ കോസ്മെറ്റിക്സിന്റെ ഓണറാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വെഞ്ചറാണ്. പാർവതി ശരൺ ശരന്റെ ശരിക്കും ശരന്റെ എസ് ഐ ആണ്. പക്ഷെ ഒരു ഭംഗി ഷായ്ക്ക് ആയതുകൊണ്ട് അത് ഞങ്ങൾ ചായ കുടിച്ചപ്പോ ചുമ്മാ നമ്മൾ പറഞ്ഞു നോക്കിയാ നമ്മുടെ ആദ്യത്തെ ഒരു 3 അക്ഷരങ്ങൾ ഇട്ട് നോക്കിയാലോ. പക്ഷെ അത് കറക്റ്റായിട്ട് വന്നിരുന്നു. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അതെ, പേര് പറഞ്ഞപ്പോൾ ഒരു ബ്രാൻഡ് ഫീൽ കിട്ടുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്ത് ഷോപ്പ് ആക്ച്വലി എന്തൊക്കെ വെസ്റ്റേൺ വെയർസ് മാത്രമാണ്. എക്സ്ക്ലൂസീവ് ഫോർ ലേഡീസ്. അതെ, ലേഡീസ് കളക്ഷൻസ് ആണ്. അടുത്തത് ഫ്യൂച്ചറിൽ ഞങ്ങൾ ജെൻസിനും കൊണ്ടുവരുന്നതായിരിക്കും. ധ്യാൻ ചേട്ടൻ ശരിക്കും ട്രിവാൻഡ്രത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നു. അപ്പം ആദ്യം നമ്മൾ കുറച്ച് കൺഫ്യൂസ് ആയിരുന്നു. കാരണം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക്. കാരണം ഒരാളെ വിളിക്കുമ്പോൾ മറ്റൊരാൾക്ക് സങ്കടം ആവരുതെന്നൊരു കേട്ടായിരുന്നു.
പിന്നെ ധ്യാൻ ചേട്ടൻ തൊട്ടടുത്തായത് കൊണ്ടും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ വന്നാൽ ഒരുപാട് സന്തോഷം. നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരാൾ വരണം എന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ധ്യാൻ ചേട്ടൻ വന്നാൽ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ ലേഡീസ് കളക്ഷൻസ് ആകുമ്പോൾ സാധാരണ ലേഡീസ് ആണല്ലോ ഉദ്ഘാടനം ചെയ്യുന്നത്, കണ്ടുവരുന്ന അങ്ങനെയാണ്. അപ്പൊ അത് ഈ സംഭവത്തിൽ ചർച്ചാവിഷയമാകും തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ചർച്ചാവിഷയാക്കാതിരുന്നാൽ ആരും ഇങ്ങനെ ആലോചിച്ചിട്ട് പോലും കാണത്തില്ല. അടുത്ത സ്റ്റോർ എവിടെയായിരിക്കും പ്ലാൻ? കൊച്ചി? ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട് നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ കൊച്ചിയിലോട്ട് കൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവണമെന്നൊക്കെ. അത് എനിക്കൊന്ന് ഏതൊരു ഓണ്ടർപ്രണറിന്റെ ഒരു ആഗ്രഹമായിരിക്കും ഒരുപാട് ഒരു ഫ്രാഞ്ചൈസി വരണം എന്നുള്ളതൊക്കെ. അപ്പൊ ഞങ്ങൾക്കും അതുപോലെ തന്നെ ആഗ്രഹമുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വരണം, പാർശ്വ നന്നായിട്ട് വരണം. അതുപോലെ എനിക്ക് തോന്നുന്നു നല്ല സാധനങ്ങൾ ഉണ്ടെങ്കിൽ ആളുകൾ എന്തായാലും കടയിലേക്ക് വരും. കടയിലേക്ക് വന്നാൽ ഞങ്ങൾ അടുത്ത സ്റ്റോർ ഉടനെ തന്നെ ഓപ്പൺ ആക്കും. അത് അടുത്ത വർഷം പോലും അറിയില്ല, മേബി ഉടനെ തന്നെ ആക്കും. കളക്ഷൻ കണ്ട് നിങ്ങളോട് പറയും എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്കൊന്നും ഞാൻ ഓൺലൈനും ഓഫ്ലൈനും സെല് ചെയ്യുന്നുണ്ട്. ആ ലോകമെമ്പാടും നമ്മൾ സെല് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. ഭാഷയുടെ എല്ലായിടത്തും എത്തട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ മാക്സിമം അതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ധ്യാൻ ചേട്ടൻ ഈ ഭാഷ സിനിമകൾ പോലെ ഇനി എല്ലാവരും ഇത്തിരി ഒരു ഇത് തന്നാ മൊത്തമായിട്ട് ചേട്ടനും. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പർച്ചേസിനോടെ ഇവിടെ ഏത് പീസ് എടുത്താലും എല്ലാത്തിനും 10% ഡിസ്കൗണ്ട്. ധ്യാൻ ചെയ്യുന്ന സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അതുകൊണ്ട് 10% കൂട്ടിയിട്ടുണ്ട്. ഇല്ലില്ല, എന്റെ നിഷ്കളങ്കമായ ഹൃദയത്തിലൂടെ വന്നത് ധ്യാൻ ചേട്ടൻ. ഇഷ്ടമുള്ളത് ഏതാന്ന് വെച്ചാ ഞങ്ങളുടെ വകയാണ്. അത് ഞങ്ങളുടെ വകയാണ്. ഏതായിരിക്കും? ഒന്ന് കറങ്ങിപ്പോട്ടെ. ചെറുതൊന്നുമില്ലേ? ഒന്ന് നിൽക്കത്തേ ഉള്ളൂ. കഴിഞ്ഞിട്ട് പറയാം. നോൺ സ്റ്റാറ്റൊക്കെ ഒരു സംവിധാനം പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ പറയും. ഈ വർഷം തുടങ്ങും. ഈ വർഷം പ്രീ തുടങ്ങി. ഈ വർഷം നമ്മൾ അനൗൺസ് ചെയ്യും. ഞാൻ നിന്നോട് പേഴ്സണലി നമ്മളന്ന് സംസാരിച്ചത് മാത്രമായിട്ട് പറയാം. നായകനായിരിക്കും ഏതാ അതെല്ലാം അവനിപ്പോ ചോദിച്ചേ. അതെ, അങ്ങനെയൊക്കെ പരിപാടി ഉണ്ട്. അപ്പൊ അതല്ലാതെ പല പരിപാടികളൊക്കെ വഴി പറയാം. റിലീസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ടാവും, ഉജ്ജ്വലൻ ഉജ്ജ്വലൻ ഉണ്ട്, ഏതാ വള ഉലുമാന്റെ കൂടെയുള്ള പടം, അങ്ങനെ 4 പടം ഏപ്രിൽ മെയ് ഉണ്ട്. ബബ ഓണത്തിനായിരിക്കും. ഓണം മുതലേ ചാടുന്ന അതിന്റെ കൂടെ അത് ആ സമയത്ത് അതെന്താണ് അതിലുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ കുറച്ച് പടങ്ങളുണ്ട്. മലയാള സിനിമയാണ്. അങ്ങനെ അപ്പൊ അതൊക്കെ വഴി വരും. പിന്നെ അതിനിടയിൽ കുറച്ചൊന്ന് 2 അനൗൺസ്മെന്റ്സ് ബിഹൈൻഡ് ദ ക്യാമറ, ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. എന്താ പറയട്ടെ, ഇത്രയും കാലത്ത് അവരുടെ കൊണ്ടുപോകാനും എല്ലാവരും വെയിറ്റ് ചെയ്തൊരു സിനിമ. കുറച്ച് നമുക്ക് 27 കണ്ടറിയാൻ വിജയമായിരിക്കുന്ന പ്രതീക്ഷകൾ എല്ലാവരും നമ്മുടെ എക്സ്പെക്ടേഷൻ, ഹെവി എക്സ്പെക്ടേഷൻ, ഹൈ എക്സ്പെക്ടേഷൻ. അല്ല, ഇതിപ്പോ ലാൽ സാർ പടം, രാജുവിന്റെ പടം, തീർച്ചയായിട്ടും രണ്ടുപേരുടെയും വലിയ ഫാൻസ്.
അപ്പൊ അതുകൊണ്ട് എല്ലാവരും പോകുമല്ലോ, ഞാൻ മാത്രമല്ല, ഇവിടെ കേരളം മൊത്തം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഹസ്ബൻഡ് തീർച്ചയായിട്ടും നോക്കണം. താങ്ക് യു. എടാ ഒന്ന് വഴി